കണക്ക് വെച്ച് ഇഞ്ചിഞ്ചായി ഉരുകി തീർന്നതിന്റെ പൈസ എടുത്തിട്ടല്ലേ ഞങ്ങൾ പുട്ടടിച്ച്. ഉമ്മ സൂപ്പർ ആണെങ്കിൽ വാപ്പ ഡബിൾ സൂപ്പർ ഹീറോ ആടോ. എനിക്കറിയാം നിങ്ങൾക്കത് ഇഷ്ടാവുന്നു. കാരണം ഗേൾസ് ഓൾവേസ് ലൈക്ക് ഉപ്പാസ്. ബോയ്സിന്, ഞങ്ങൾ ആണുങ്ങൾക്ക് ഉമ്മയാണ് ഹീറോ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കളിക്കാൻ പോണ ഗ്രൗണ്ടിൽ ഒരുത്തം വന്നിട്ട് എൻ്റെ വാപ്പ പടാ 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 പടാ, എൻ്റെ ഉമ്മ ഇങ്ങനെ അല്ലേ. ഉമ്മയ്ക്ക് വിളിച്ചവന്റെ മൂക്കിന്റെ പാലം 3 കഷ്ണാക്കാണ്ട് നട്ടലുള്ള ആമ്പിള്ളേര് ഗ്രൗണ്ട് വിടില്ല. വാപ്പനെ വിളിച്ച അത് കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഗേൾസിന് വാപ്പ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. ശരിയല്ലേ? അല്ലേ? വാപ്പ വാപ്പ ഫാൻസ്. മൂപ്പർക്ക് അറിയോ അത്? നിങ്ങൾക്ക് വാപ്പനെ ഭയങ്കര ഇഷ്ടാന്നുള്ളതേ വാപ്പയ്ക്ക് അറിയോന്ന്? ഉവ്വ. ലാസ്റ്റ് വാപ്പയ്ക്ക് എന്നാ ഉമ്മ കൊടുത്തേ? ലാസ്റ്റ് വാപ്പയ്ക്ക് ഉമ്മ കൊടുത്തത് എന്നാണ്? ഇന്ന് രാവിലെ? ഓ, ഇന്നലെ ഇന്നലെ പറ്റില്ല. ഇന്നലെ വെള്ളിയാഴ്ച തിരക്കാണ്. മിനിഞ്ഞാന്ന് ഡെയിലി വാപ്പയ്ക്ക് ഉമ്മ കൊടുക്കണമെന്ന് നോക്കിയേ. ഉമ്മയ്ക്കോ? പോട്ടെ, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. മക്കളുള്ളവരൊന്ന് കൈവയ്ക്കേ. ഓക്കെ, ആ കുട്ടികളും ഈ തീരുമാനത്തിൽ എത്തിയുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ മക്കൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഉമ്മ തരുന്നില്ല എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു എന്ന് കരുതാ. ഹൗ യു ഫീൽ? നമ്മൾ പറയോ ആവൂ ആ ശല്യം കിട്ടു തീർന്നു. അതാ ഇവിടെ ഒരു ചെറിയ വാവ എനിക്കുണ്ടല്ല, ഒരു വാവ. അത് അരമോള. ഇന്ന് എത്ര എണ്ണം കൊടുത്തു? ഒരു 10 എണ്ണം. എണ്ണാൻ പറ്റിയില്ലാന്ന്. ഈ പ്രായത്തിലൊക്കെ പ്രത്യേകം എന്താ അറിയോ? ഇങ്ങോട്ട് വാ ഓക്കോ. എന്തിനാ? അങ്ങനെയൊന്നുമില്ല അല്ലേ? വെറുതെ ഉമ്മ കൊടുക്ക, വാരിക്കോരി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് വായിച്ചേ. 5 വയസ്സുള്ള ഒരു കൊച്ച് ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോ അമ്മ പറയാത്രേ, എവിടെയോ എന്തോ ഒപ്പിച്ചുണ്ട്. അതാണ് ഈ സ്നേഹം. എവിടെയെങ്കിലും മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പൊട്ടിച്ചിട്ടുണ്ടാവും. 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള ഒരു കൊച്ച് ഓടി വന്ന് ഉമ്മ തന്നപ്പോ അമ്മ പറയാത്രേ, എത്ര എണ്ണത്തിൽ പൊട്ടി? ഏതിലേക്കാ തോറ്റത്? ഇംഗ്ലീഷിൽ പോയോ? 15 തൊട്ട് 25 വയസ്സ് വരെയുള്ള ഒരു കൊച്ച് ഓടി വന്ന് ഉമ്മ തന്നപ്പോ അമ്മ പറയാത്രേ, ഏതാവള്? നമ്മുടെ ജാതിയാണാ? അല്ലെങ്കിൽ നടക്കൂല മോനെ. 25 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ഒരു കൊച്ച് ഓടി വന്ന് ഉമ്മ തന്നപ്പോ ഉമ്മ പറയാത്രേ, അനക്ക് എത്ര കാശ് വേണം? എൻ്റെ കയ്യിലില്ല, വാപ്പോട് ചോദിച്ചിട്ട് വാങ്ങിത്തരാം. 35 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ള ഒരുത്തൻ ഓടി വന്ന് ഉമ്മ തന്നപ്പോ ഉമ്മ പറയാത്രേ, ഒപ്പിടൂല എന്ന് പറഞ്ഞ ഒപ്പിടൂല, എന്റെ കാലശേഷം അല്ലാണ്ട് അനക്ക് ഈ വീട് കിട്ടില്ല. ഈ അത് ഓളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോ, ഇനി ഇത് ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട. 45 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ ഒരു കൊച്ച് ഓടി വന്ന് ഉമ്മ തന്നപ്പോ അമ്മയ്ക്ക് അത് സ്വീകരിക്കാൻ ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന്. ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണം. ആ ഉമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ അറിയോ? ഒന്ന് നിങ്ങളുടെ നിക്കാഹ്. സ്ത്രീകളല്ലേ കൂടുതൽ. ഒന്ന് നിങ്ങളുടെ നിക്കാഹ് അല്ലേ, നിങ്ങളുടെ കല്യാണം. 2 നിങ്ങളുടെ കരിയർ. നിങ്ങൾ ഒറ്റക്കാലിൽ ഒറ്റക്കാലിലല്ല, സ്വന്തം കാലിൽ നിൽക്കുക. ഒറ്റക്കാലിൽ കൊക്കല്ലേ നിൽക്കുക. സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണുക. നിങ്ങളുടെ സക്സസ് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. ഇപ്പൊ അവരെന്താ ചെയ്യണ്ടാവാന്നറിയോ? വീട്ടില് അലക്ക് കമ്മിറ്റി ഉണ്ടാവും. അലക്ക് കമ്മിറ്റി. ഉമ്മ ഇവിടെ അലക്കണ്, അവിടുത്തെ താത്ത അപ്പുറത്ത് അലക്കണ്, ഇവിടുത്തെ താത്ത ഇപ്പുറത്ത് അലക്കണ്. ഇങ്ങനെ ട്രെയിൻ ഓടിക്കുന്ന പോലെ ഇങ്ങനെ പോലേ.
ആ സമയത്ത് അവിടെ ഇരുന്ന് പറയണ്ടാവും, നേ മോളുടെ സ്കൂളിൽ എന്തൊക്കെയോ പരിപാടി, സിനിമാ നടിയൊക്കെ വരുന്നുണ്ടത്രേ, ആശ്വേതാമേനോനൊക്കെ വരുന്നുണ്ടത്രേ, പിന്നെ അശ്വമേധത്തിൽ ആളൊക്കെ വരുന്നുണ്ടത്രേ, പിന്നൊരു തടിയനും കാണണ്ട. അയാൾ ആരാന്ന് മനസ്സിലായില്ല. അയാൾ അധികം ഒന്നും കണ്ടില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കുട്ടികൾ പറയണ കേട്ടു. പ്രൗഡ്. പക്ഷെ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഉപ്പയ്ക്ക് ഇതറിയായിരുന്നു. ഉപ്പ എക്സൈറ്റ്മെന്റ് കാണിക്കില്ല, പകരം 2 ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഇവിടെ കണിങ്ങെടുത്ത് കറങ്ങി നടക്കാണ്ട് പരിപാടി കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് വരിക. പോവാൻ കാശ് വല്ലതും ഉണ്ടാവില്ലേ? ആ എങ്ങനെ പോണ്? ആ ആ ആ ഓ ഓ ഓ ഓ ഓ. പക്ഷെ അതിനുള്ള കാശടിച്ച് മാറ്റിയത് ആരുടെ അടുത്തുനിന്നാ? നമ്മുടെ കയ്യിലൊന്നുമില്ല. പെൺകുട്ടികൾ ഉപ്പമാരുടെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ കാണുന്നത് തന്നെ ഒരു കലയാണ് അല്ലേ? ഉപ്പം മറുത്തിരിക്കുന്നുണ്ടാവും, പോക്കറ്റിലേക്ക്. അപ്പൊ ഉപ്പ മുഴുവെടുക്കലടി മുഴുവെടുക്കലടി മുഴുവെടുക്കലടി, മീൻ വാങ്ങളെ കാശടി മീൻ വാങ്ങളെ കാശടി. ഈ ഉപ്പേനെയും ഉമ്മേനെയും മറക്കരുതിട്ടാ, പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ വലിയ ടീച്ചർമാരാവുമ്പോ, നിങ്ങൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആവുമ്പോ ഈ ഉപ്പേനും ഉമ്മേനും മറക്കരുത്. ഉപ്പ ടൗണിൽ പോയി കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ചെയ്തു, തിരിച്ചു വന്നു. നമ്മൾ ടൗണിൽ പോയി ആദ്യം ഒരു ഷെയ്ക്ക് കുടിച്ചു, പിന്നെ ഷെയ്ക്ക് മാത്രമായിട്ട് എങ്ങനെയാ കുടിക്കുക? ഒരു ഷവർമയും കഴിച്ചു. നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെയാ തിന്നുക? കൂടെയുള്ള ആൾക്കും വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ നോക്കി, നടന്നില്ല, തിരിച്ചിങ്ങോട്ട് പോന്നു. പക്ഷെ ഉപ്പ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ. ഉപ്പ അവിടെ പോയി മാക്സിമം പോയ ഒരു കാലിച്ചായ, അങ്ങനെ എടുത്തു വെച്ച കാശാണ്, അങ്ങനെ എടുത്തു വെച്ച കാശാണ്. ഇവര് വേറെ ലെവലാട്ടോ. ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം ബോറടിക്കണ്ടോ? ഇസ്ലാമിക മതവിശ്വാസ പ്രകാരവും ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരവും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം സൃഷ്ടിക്കപ്പെട്ട ആളുടെ പേര് മിസ്റ്റർ ആദം. രണ്ടാമത്തെ ആളുടെ പേര് ഹവ്വ. ആദത്തിനില്ലാത്ത 2 കഴിവുകൾ ദൈവം ഹവ്വയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിലെനിക്ക് നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് ദൈവത്തോട്. അടുത്ത പ്രാവശ്യം ദൈവത്തെ കാണുമ്പോൾ ഞാനത് പറയും ചെയ്യും. വേദന സഹിക്കാനുള്ള കഴിവ് ഹവ്വയ്ക്ക്, സഹിച്ച വേദന മറക്കാനുള്ള കഴിവ് ഹവ്വയ്ക്ക്. അതുകൊണ്ടാ GS പ്രദീപ് സാറ് പറഞ്ഞ പ്രസവം നിങ്ങളുടെ ഐറ്റായി മാറിയത്. ഇത് ഞങ്ങൾ ആണുങ്ങൾ ചെയ്യേണ്ട പരിപാടിയായിരുന്നെങ്കിൽ ഈ ലോകത്ത് 2 ആളെ ഉണ്ടാവുള്ളൂ, ഒരു ആദവും ഒരു ഹവ്വയും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, മിസ്റ്റർ ആദം പ്രസവിക്കട. അപ്പൊ ആദം പറയും, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഭയങ്കര വേദനയായിരിക്കും, ദൈവത്തിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഹവ്വ പറഞ്ഞു, ഡീൽ. ഞാൻ പറഞ്ഞു വരുന്നത് എങ്കിടാന്നറിയോ? പ്രസവം. പ്രധാനമായും കേരളത്തിൽ 2 തരത്തിലാണ് പ്രസവങ്ങൾ കണ്ടുവരുന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഹാരി സാറ് ചോദിക്കും, പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചിറയത്ത് നിങ്ങളോട് എന്തു പറഞ്ഞു? അപ്പൊ നിങ്ങൾ പറയണം, ഹാരി സാറെ 2 തരത്തിലാണ് പ്രസവങ്ങൾ നടന്നു വരുന്നത്. അപ്പൊ ഹാരി സാർ അപ്പൊ തന്നെ ചോദിക്കും, എന്താ ഇവിടെ നടന്നേ? ഒന്നാമത്തെ പ്രസവത്തിന് പേരിട്ട വധൂരിനെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും മണ്ടനായൊരു മനുഷ്യൻ, അയാൾ അതിന് പേരിട്ടിരിക്കുക സുഖ. അത് പറയുമ്പോ ഒരു സുഖം വരണേടാ അല്ലേ? സുഖ പറഞ്ഞേ, സുഖ പ്രസവം. അത് കിട്ടിയ ആൾക്കാരെന്ന് കൈവയ്ക്കേ. അമ്മേ എന്ത് സുഖം ഉണ്ട് പരിപാടിക്ക്. സൂപ്പറല്ലേ, സൂപ്പറല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചു സുഖപ്രസവം എന്ന് പറയുമ്പോൾ ഭയങ്കര, ഈ പ്രസവിക്കുമ്പോൾ ഭയങ്കര അല്ലേ, ഈ പ്രസവം തീരല്ലേ എന്നൊക്കെ വിചാരിച്ചു പോകുന്നു വിചാരിച്ചു. ഭയങ്കര വേദനയാണെന്ന് എനിക്ക് സംശയം വന്നപ്പോ ഗൂഗിളിൽ അടിച്ചു നോക്കി. നമുക്ക് സംശയം വരുമ്പോൾ ഗൂഗിളിലല്ല അടിക്കുക. ഞാൻ അടിച്ചു നോക്കി, ഹൗ മച്ച് പെയിൻ ഇറ്റ് ഈസ് ഫോർ ഡെലിവറിങ് എ ബേബി എന്ന് പറഞ്ഞൊരു സാധനം ഇട്ട് കൊടുത്തു. റിസൾട്ട് വന്നു. അതിലെഴുതിയേക്കുക,
ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വേദന